വയനാട് പുൽപ്പള്ളി കേളക്കവലയിൽ കടുവയെ കണ്ടതായി പ്രദേശവാസികൾ പറഞ്ഞു. പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS ദിലീപ് കുമാറിന്റെ തോട്ടത്തിനടുത്താണ് കടുവയെ കണ്ടത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പ്രദേശത്ത് തിരച്ചിൽ നടത്തുകയാണ്. സുർജിത്ത് അയ്യപ്പത്ത് നൽകും അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വയനാട്ടിൽ നിന്നും. സുർജിത്ത്, വയനാട്ടിലെ കടുവാ ഭീതി അത് പഞ്ചാരക്കൊല്ലിയിൽ മാത്രമല്ല, അതിപ്പോൾ കേളക്കവല എന്ന് പറയുന്ന സ്ഥലം അത് ഇവിടെ ഈ പുൽപ്പള്ളിക്കടുത്താണെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് അവിടുത്തെ നാട്ടുകാർ പറഞ്ഞത്? കേളക്കവലയിലാണ്, അതായത് പഞ്ചായത്ത് പ്രസിഡന്റ് ദിലീപിന്റെ തോട്ടത്തിന് സമീപത്താണ് ഇത്തരത്തിൽ ഒരു കടുവ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. തോട്ടം മേഖല കേന്ദ്രീകരിച്ച ഒരു യുവാവാണ് കണ്ടതെന്നതാണ് വ്യക്തമാക്കുന്നത്. ഇതേ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ മേഖല കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തിയിട്ടുണ്ട്. ഈ കടുവ മാത്രമല്ല, ഇന്ന് പൊഴുതുന പഞ്ചായത്തിലെ ആനോത്ത് അമ്പലക്കുന്ന് എന്ന് പറയുന്ന പ്രദേശത്ത് രവി എന്ന ആളുടെ വീടിന്റെ പിറകിലായി പുലിയെയും കണ്ടിരുന്നു. വൈകിട്ട് 5:30 കൂടിയാണ് പുലിയെ കണ്ടത്. ഈ പുൽപ്പള്ളിയിൽ പരിശോധന വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയിട്ടുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയ മേഖലയിൽ പക്ഷേ കടുവയെ കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഇവിടെ മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലായി പലയിടത്തും ഇങ്ങനെ കടുവയുടെ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഇന്ന് പെരുന്തട്ടയിൽ വീണ്ടും ഒരു പുലിയാക്രമണം ഉണ്ടായിട്ടുണ്ട്. ആ പുലിയാക്രമണത്തിൽ ഒരു പശുക്കിടാവ്, 6 മാസം പ്രായമുള്ള പശുക്കിടാവ് കൊന്നിരിക്കുകയാണ്. അവിടെ കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇന്നലെയും സമാനമായ രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നലെ പടമല എന്ന് പറയുന്ന പ്രദേശത്തായിരുന്നു ഈ കടുവയുടെ സാന്നിധ്യം കണ്ടിട്ടുള്ളത്. അതോടൊപ്പം മിനിഞ്ഞാന്നും സമാനമായ സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് ലക്കിടിയിലാണ്. ലക്കിടിയിൽ ദേശീയപാതയോരത്ത് അറമല എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ കടുവയുടെ സാന്നിധ്യം കണ്ടിട്ടുള്ളത്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആശങ്ക വയനാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് രാധ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കടുവ കൊലപ്പെടുത്തിയ ഒരു സാഹചര്യമുണ്ട്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന വിഷയങ്ങൾ കൂടുതൽ സങ്കീർണമായ രീതിയിൽ തന്നെ തുടർച്ചയായി സംഭവിക്കുന്നത്. വ്യക്തമാണ്. സുജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. എന്തുകൊണ്ടാണ് ഈ രീതിയിൽ വന്യമൃഗങ്ങൾ കാട് വിട്ട് നാട്ടിലേക്ക് ഇറങ്ങുന്നത് എന്നത് സംബന്ധിച്ച് വിശദമായ ഒരു പഠനം കൂടി ആവശ്യമാണെന്ന് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ തോന്നിക്കുന്ന സംഭവങ്ങളാണ് ഇവിടെ നാട്ടിൽ നടക്കുന്നത്. ഇപ്പോൾ വയനാട്ടിൽ ഏറ്റവും ഒടുവിൽ ലഭിച്ച വിവരമനുസരിച്ച് പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ് ഈ രീതിയിൽ തോട്ടത്തിനടുത്ത് കടുവയെ കണ്ടു എന്ന് പറഞ്ഞിരിക്കുന്നത്.